ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ ഭാര്യയേക്കാൾ സുന്ദരിയായ അമ്മായിയമ്മ എന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് വാട്ടോ. അതിനുശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ എല്ലാം അറിഞ്ഞു വിളയാടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ ചാടി എഴുന്നേറ്റ് എന്നോട് ചോദിച്ചു, അയ്യോ, എന്താടാ ഇവിടെ നടക്കുന്നത്? എൻ്റെ മോനെ പോലുള്ള ഒരു പയ്യൻ്റെ കൂടെ? അയ്യോ. പെട്ടെന്ന് സർവ്വധൈര്യവും സംഹരിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ, അമ്മ കരയാതെ, ആരെങ്കിലും കേൾക്കും. എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. എന്തോ എൻ്റെ ശരീരത്തിൽ കയറിയ പോലെ തോന്നി. അമ്മയും അതുപോലെ തന്നെയാ എന്നോട് പെരുമാറിയത്. എനിക്കും ഒരെത്തും പിഴയും കിട്ടുന്നില്ല. അയ്യോ, എനിക്ക് വയ്യ. ഇത് മോളെങ്ങാനും അറിഞ്ഞ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല. അതും പറഞ്ഞ് അമ്മ കണ്ണുപൊത്തി കരയാൻ തുടങ്ങി. അമ്മേ, ഒന്ന് സമാധാനപ്പെട്, ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. പെട്ടെന്ന് അമ്മ ടേബിളിലിരിക്കുന്ന നിലവിളക്ക് കണ്ടതും പറഞ്ഞു, അയ്യോ, ഞാൻ എന്താണ് ഇട്ടത്? ആയുഷ്കാലം. ആ, അയ്യോ. അമ്മേ, ഒന്ന് കരയാതിരിക്ക്. ഞാൻ സങ്കടം ഭാവിച്ച് അമ്മയോട് പറഞ്ഞു. നടക്കാൻ പലയിടത്ത് നടന്നതിൻ്റെ വിഷമവും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാത്ത അമ്മ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ അമ്മ തറയിലിരുന്ന് എന്നെ നോക്കി കരഞ്ഞു. ഇടയ്ക്ക് എന്നെ നോക്കി അമ്മ സ്വയം പഴിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കി. ഞാൻ അമ്മയോടൊപ്പം തറയിലേക്ക് മുഴുവനും തന്നെ ഇരുന്നു. എന്നിട്ട് തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഇവിടെ നമ്മൾക്ക് മാനസികമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അമ്മ പെട്ടെന്ന് തന്നെ എൻ്റെ കൈ തട്ടി മാറ്റി. ഡാ, നിങ്ങളുടെ ദേഹത്തോടാൻ ആരാടാ പറഞ്ഞത്? അമ്മ ദേഷ്യത്തോട് ചോദിച്ചു. പെട്ടെന്നുള്ള ദേഷ്യത്തിലും അമ്മയോടുള്ള അവകാശത്തിലും ഞാൻ മറുപടി കൊടുത്തു. ആഹാ, അത് ശരി. അപ്പോൾ ഇത്രയും നേരം ഇവിടെ പിന്നെ എന്താ നടന്നത്? എൻ്റെ പിറകെ കെഞ്ചി കെഞ്ചി എല്ലാം ഒപ്പിച്ചിട്ട് ഇപ്പോൾ എല്ലാം മറന്നുപോയോ നിങ്ങൾ? ഇനി മരിക്കും വരെ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവുമെന്ന് പറഞ്ഞ് നിലവിളിക്ക് തൊട്ട് സത്യം ചെയ്ത് നിങ്ങൾ മറന്നോ? എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. എൻ്റെ മേലിൽ പഴിചാരാനാണെങ്കിൽ അപ്പു വരട്ടെ, അവളോട് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ ജീവിതം നിങ്ങളുടെ മുന്നിൽ വെച്ച് അവസാനിപ്പിക്കും. ഇതെല്ലാം കേട്ട് അമ്മ അന്തം വിട്ട് കലങ്ങിയ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി. എന്നിട്ട് പറഞ്ഞു, മോനെ, വേണ്ട. അവളിതൊരിക്കലും അറിയരുത്. നമുക്ക് ഇത് മറക്കാം. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. അമ്മേ, നമ്മൾക്ക് എന്താണ് സംഭവിച്ചെന്നറിഞ്ഞിട്ട് ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അതുകൊണ്ട് അമ്മ എനിക്ക് കുറച്ച് സാവകാശം താ. നടന്നതിൽ എനിക്കും വിഷമമുണ്ട്. ഇതും പറഞ്ഞ് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. കലങ്ങിയ കണ്ണുമായി അമ്മ റൂമിലേക്ക് കയറി. ഉള്ളിൽ ഒരു ഭയമുണ്ടെങ്കിലും ഇത് എനിക്കുള്ളൊരു ചലഞ്ചായി ഞാൻ ഏറ്റെടുത്തു. അമ്മയെ എൻ്റെ വഴിക്കെത്തിക്കാം. ഇനി മകളെ കൂടി ഒന്ന് നിയന്ത്രിച്ചാൽ മതിയാകും. അതിനുള്ള വഴിക്കായി ഞാൻ അഗാധമായി ചിന്തിച്ചു. അപ്പു ഉടനെ വരും. അതിനുള്ളിൽ ഇത് നോർമലാകണം. അമ്മയെ ഈ മുഖത്തോടെ കാണുമ്പോൾ അപ്പു എന്തായാലും കാരണം തിരക്കും. അങ്ങനെ സമയം കടന്നുപോയി. അപ്പോഴേക്കും അമ്മ ഫ്രഷായി ഹാളിൽ വന്നിരുന്നു. ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. അപ്പു വീട്ടിലെത്തിയതും അമ്മയെ കണ്ടിട്ട്, എന്താ അമ്മേ, പിന്നെ വയ്യേ? ഇതെന്താ ഷോകടിച്ചോലിരിക്കുന്നേ? അത് കേട്ടതും അമ്മ എൻ്റെ മുഖത്തേക്ക് വിഷാദത്തോടെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ, ഷോകടിച്ച് തന്നെയാ. കുറച്ച് നേരം ഇവിടെ നടന്നത് നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അമ്മ എന്നെ നോക്കിയിട്ട് പ്ലീസ് പറയല്ലെന്ന ഭാവത്തോടെ കണ്ണിറുക്കി അടച്ചു. എന്താ, എന്തു പറ്റി? എന്താ അമ്മേ? ആരേലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. അപ്പു വെപ്രാണത്തോടെ പറഞ്ഞു. അമ്മ എൻ്റെ മുഖത്തേക്കെല്ലാം കൈവിട്ട പോലെ നോക്കിയിരുന്നു. എടി, അത് അമ്മയുടെ ദേഹത്ത് എന്തോ ബാധ കയറിയ പോലെ ആയിരുന്നു. ഞാൻ അമ്മയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അമ്മ എന്നെയും ഉപദ്രവിച്ചു. ഇത് പറഞ്ഞതും അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നിയെങ്കിലും അപ്പു ഇവിടെ നടന്നൊന്നും അറിയില്ല എന്ന് കരുതി ഒരു നിശ്വാസം ഇട്ടു. അയ്യോ, ആണോ അമ്മേ? എന്താ നടന്നത്? അപ്പു ചോദിച്ചു. അത് മോളെ, എന്താണെന്നറിയില്ല.
അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വയലൻ്റായി. അയ്യോ ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? എൻ്റെ അമ്മയെ ധിക്കരിച്ച് ഇവനെ കെട്ടിയതിന് ദൈവം എനിക്കന്ന് ശിക്ഷ വല്ലതുമാണോ? അത് കേട്ടതും എനിക്ക് ഒടുക്കത്തെ ദേഷ്യം തോന്നി അവളോട്. അമ്മയുടെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്കും അവളുടെ അതേ അഭിപ്രായം പോലെയുള്ള ഭാവം. ആ, ഇനി എൻ്റെ തലയിൽ കയറിക്കോ, അല്ലെങ്കിലും നീ ഇപ്പോൾ അതാണല്ലോ എന്നോട് കാണിക്കുന്നത്, ഞാൻ പറഞ്ഞു. അത് കേട്ടതും അപ്പോൾ ഒന്ന് തറപ്പിച്ചെന്നെ നോക്കി. ഞാൻ ഉദ്ദേശിച്ചത് അവൾക്ക് മനസ്സിലായി. അമ്മ ഇരിക്കുമ്പോൾ ഞാനത് പറഞ്ഞത് അവളിൽ കലി കയറ്റി. അവൾ ദേഷ്യപ്പെട്ട് മുറിയിൽ കയറി കഥ കടച്ചു. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ? അമ്മ പറഞ്ഞു. നിങ്ങളൊന്ന് ചുമ്മാതിരിയമ്മേ, കുറേയായി ഞാൻ സഹിക്കുന്നു. പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അമ്മയ്ക്കും അപ്പൂനും വളരെയധികം വിശ്വാസമുള്ള ഒരു ജോത്സ്യനുണ്ട്. പുള്ളി പ്രശ്നം വെച്ച് എന്ത് പറഞ്ഞാലും അവരത് വെള്ളം തൊടാതെ വിഴുങ്ങും. ഇതിൻ്റെ കുരുക്ക് പുള്ളിക്ക് മാത്രമേ അഴിക്കാൻ കഴിയൂവെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, നമ്മൾക്കിടയിലുണ്ടായ സംഭവങ്ങൾ എന്തിൻ്റെയോ തുടക്കമാണ്. പക്ഷേ അതെന്താണെന്നും എങ്ങനെ നടന്നതാണെന്നും അവൾ അറിയരുത്. അറിഞ്ഞാൽ അറിയാലോ. ഇല്ല മോനെ, ഞാൻ പറയില്ല. അതും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്നും പുള്ളിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. അദ്ദേഹത്തെ കാണാൻ വീട്ടിലെത്തിയതും എന്നെ കണ്ടതും അദ്ദേഹം, അല്ല ഇതാര്, വിജിത്തോ? എന്താ മോനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ? ഭായ് തമ്പുരാട്ടിയാണല്ലോ സാധാരണ വരുന്നത്. അത് എനിക്ക് ചേട്ടനോട് ഒന്ന് തനിച്ച് സംസാരിക്കണം, ഞാൻ പറഞ്ഞു. ആ ശരി, വാ. ഞങ്ങൾ ഇരുവരും മുറിയിലേക്ക് കയറി. അദ്ദേഹം വാതിലടച്ചു. കുഞ്ഞിൻ്റെ വെപ്രാളം കണ്ടിട്ട് എന്തോ വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ പറയൂ. അത് തിരുമേനി, അത് കാര്യം കുറച്ച് ഗൗരവമുള്ളതാണ്. തിരുമേനി എന്നെ സഹായിച്ചേ മതിയാവും. ആ പറ മോനെ, എന്താ നിൻ്റെ പ്രശ്നം? അത് തിരുമേനി, അമ്മയുടെ ശരീരത്ത് എന്തോ കൂടിയ പോലെ ഉണ്ടായി. അതിനിടയിൽ അമ്മയ്ക്ക് എന്നെ കണ്ടപ്പോൾ മരിച്ചുപോയ ഹസ്ബൻഡായി തോന്നി. സ്നേഹത്തോടെ ഇടപെട്ടു. പക്ഷേ അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ എല്ലാം നടന്നുപോയി. ഇപ്പോൾ പല സമയങ്ങളിൽ എന്നെ ഭർത്താവായി കാണും, അല്ലാത്ത സമയങ്ങളിൽ നടന്നത് ഓർമ്മയുണ്ടാകും. ഇത് ഉടനെ അപ്പു അറിയും, കാര്യം പ്രശ്നമാകും. ഞാൻ മനസ്സറിയാതെ ഇതിൽ പെട്ടുപോയി. ഞാൻ അമ്മയെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ ഇനി മുന്നോട്ട് ഞങ്ങളുടെ ഇടയിൽ ഇത് വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അപ്പവും കൂടി അറിഞ്ഞുകൊണ്ട്. ഓ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഒരിക്കലും നടക്കാൻ പാടാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെ സംസാരിക്കാൻ കുട്ടിക്ക് എങ്ങനെ തോന്നി? അയാൾ ചോദിച്ചു. അത് പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി, എല്ലാം സംഭവിച്ചു പോയി. തിരുമേനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. തിരുമേനി എന്നെ സഹായിക്കണം. കുട്ടിക്ക് എന്നെ കണ്ടിട്ട് ധനമോഹിയായി തോന്നുന്നുണ്ടോ? ഇമാതിരി പ്രവൃത്തികൾക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. അതിന് എന്നെ കിട്ടില്ല. തിരുമേനി എൻ്റെ കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. കുട്ടി, ഈ കാര്യം പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വരരുത്. തിരുമേനി ഒരു നിമിഷം. തിരുമേനി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനമില്ലേ, അത് തിരുമേനിക്ക് ഞാൻ നടത്തിത്തരും. മാസം 2 ലക്ഷം രൂപ ശമ്പളവും എല്ലാ സുഖ സൗകര്യങ്ങളും. തിരുമേനിക്ക് അതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് അത് പെട്ടെന്ന് സാധിക്കും. ഇത് കേട്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുന്നത് ഞാൻ കണ്ടു. എൻ്റെ പ്ലാൻ നടക്കുമെന്ന് എനിക്കുറപ്പായി. ധനമോഹമില്ലാത്ത അദ്ദേഹം എൻ്റെ സ്ഥാനമാനങ്ങളുടെ ഓഫറിൽ വീണു. തിരുമേനി ഒരു നിമിഷം മൗനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് എനിക്ക് അമ്മയെ ഭാര്യയെപ്പോലെ വേണം. അപ്പു ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും പൂർണ്ണ മനസ്സോടെ സമ്മതിക്കണം. അതുമോനെ, അതൊക്കെ മോശമല്ലേ? അത് വേണോ? വേണം. തിരുമേനി ഈ കാര്യം ഒരിക്കലും മറ്റാരും അറിയരുത്. എനിക്കതിൽ വാക്കും തരണം. തിരുമേനി ഒരു നീണ്ട മൗനത്തിന് ശേഷം പറഞ്ഞു. ശരി, ഞാൻ വാക്ക് തരുന്നു. എന്തായാലും നാളെ അവരെ കൂട്ടി വരൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ, നടത്തിത്തരാം. ശേഷം ഇല്ലത്തെ സൽക്കാരങ്ങളും സ്വീകരിച്ച് സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ചെന്നപാടെ അപ്പു ഹോളിലുണ്ട്. എന്നോട് കടുത്ത അമർഷത്തിലാണ് അവൾ. അമ്മേനോട് വാക്ക് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. റൂമിലേക്ക് കയറിയതും അപ്പു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? അത്
പെട്ടെന്ന് വിഷമം വന്നപ്പോൾ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് പുറത്തു പോയതാ. ഓ, നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ളവർക്ക് ചോരയും നീരുമൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മേ, പറ, എന്താ ഒന്നും പറയാത്തത്? എന്താ പ്രശ്നം? മോളെ, അവൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് എന്തോ കയറിയ പോലെ. ഞാനിവിടെ നല്ല ബഹളം വെക്കാണ് ചെയ്തത്. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. ഞാൻ മോനെ ഉപദ്രവിക്കുകയും ചെയ്തു. അവസാനം അവനെന്നെ എതിർത്തതുകൊണ്ട് ഞാനവനെ കൊല്ലാൻ വരെ നോക്കി എന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ട് അപ്പു ഒന്ന് നെട്ടി. ശരിക്കും അപ്പു പേടിച്ചു പോയി. ഞാൻ അമ്മയോട് വേറൊന്നും മിണ്ടരുത് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അമ്മ സിറ്റുവേഷൻ ബാലൻസ് ചെയ്തു. എൻ്റെ പ്ലാനുകൾക്ക് അടിത്തറയും ഉറപ്പിച്ചു. അത് കേട്ടതും ഞാൻ ഉള്ളിൽ ചിരിച്ചു. അയ്യോ അമ്മേ, എന്താ അമ്മേ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ശരിയാണോ വിജി? അവൾ എന്നോട് ചോദിച്ചു. ഞാനൊന്ന് മൂളി. അയ്യോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും പോയി പ്രശ്നം വെച്ച് നോക്കിയാലോ? ഞാൻ ചോദിച്ചു. അവർ കൃത്യമായി തിരുമേനിയുടെ പേര് പറയുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ വേറൊരാളുടെ പേര് പറഞ്ഞു. അത് കേട്ട് അമ്മ പറഞ്ഞു, അത് വേണ്ട മോനെ, നമുക്ക് ഭാഗവതരുടെ അടുത്ത് തന്നെ പോകാം. വാഴ്ത്തപ്പെട്ട ഇല്ലമാണ് അദ്ദേഹത്തിൻ്റെ. പറയുന്നത് അച്ചിട്ട. നമ്മുടെ പ്രശ്നം ചിലപ്പോൾ ഇതോടുകൂടി തീരും. ആ, അതേ വിജി, ചെറുപ്പം മുതലേ ഞാനും പുള്ളിയെ കാണുന്നതാ. നമുക്ക് അവിടെ തന്നെ പോകാം, അപ്പവും പറഞ്ഞു. ഞാൻ മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ ഞങ്ങൾ അധികം താമസിക്കാതെ പിറ്റേന്ന് രാവിലെ തന്നെ ഒരുങ്ങിയിറങ്ങി ഇല്ലത്തേക്ക് തിരിച്ചു. പോകുമ്പോഴെല്ലാം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. തിരുമേനി എന്ത് പ്ലാനാകും ഇട്ടിട്ടുണ്ടാകുക? എങ്ങനെയാകും അത് നടപ്പിലാക്കുക? അവസാനം എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനായി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെക്കുന്ന മുറിയിലേക്ക് കയറിയിരുന്നു. എന്നെ കണ്ടതും അദ്ദേഹം കണ്ണുകൊണ്ട് ഒരു സിഗ്നൽ തന്നു. എന്താ ബായിത്തമ്പുരാട്ടി, കുടുംബം മുഴുവനായിട്ടുണ്ടല്ലോ? അത് പിന്നെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു, അതാ വന്നത്. ആണോ? എങ്കിൽ ഒന്ന് നോക്കിക്കളയാം. അതും പറഞ്ഞ് പുള്ളി എനിക്കുള്ള കരുക്കുകൾ നീക്കിക്കൊണ്ടിരുന്നു. അവസാനം തിരുമേനി താടിക്ക് കൈകൊടുത്ത് ഒരു നിമിഷം പകച്ചു നിൽക്കുന്ന പോലെ ഞങ്ങളുടെ മുന്നിലിരുന്നു. എന്താ, എന്തു പറ്റി തിരുമേനി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ ഭയത്തോടെ ചോദിച്ചു. നടക്കാൻ പാടില്ലാത്തത് നടന്നിരിക്കുന്നു, തിരുമേനി പറഞ്ഞു. എന്താ, എന്തു പറ്റി തിരുമേനി? ഒന്ന് തെളിച്ചു പറ, അപ്പു പറഞ്ഞു. വായ്ത്തമ്പരട്ട ദേഹത്ത് ഒരാത്മാവ് പ്രവേശിച്ചിരിക്കുന്നു. തിരുമേനി അത് പറഞ്ഞതും അമ്മയും അപ്പവും ഇരുന്നിടത്തു നിന്നും കിടുകിട് വിറക്കാൻ തുടങ്ങി. തിരുമേനിയുടെ അടുത്ത നീക്കങ്ങൾ കേൾക്കാനായി അവർ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. തിരുമേനി, എന്തായി പറയുന്നേ? ആരുടെ ആത്മാവ്? അത് കുട്ടിയുടെ മരിച്ചുപോയ അച്ഛൻ തമ്പുരാൻ തന്നെയാണ്. വീണ്ടും അമ്മയും അപ്പവും നെട്ടിത്തെറിച്ചു. എനിക്ക് പ്രതീക്ഷ കൂടി വന്നു. അയ്യോ തിരുമേനി, ഇനി എന്താണ് ഇതിനൊരു പ്രതിവിധി? അമ്മ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല. ഈ ആത്മാവ് കോപിതനാകും വരെ ഉപദ്രവിക്കില്ല. പക്ഷേ ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത് നടന്നില്ലെങ്കിൽ അപർണമോളുടെ മരണത്തിന് കാരണമാകാൻ ഇതിന് സാധ്യതയുണ്ട്. അപ്പു ഒരു നിമിഷം പകച്ചുകൊണ്ട് എന്നെയും അമ്മയും മാറി മാറി നോക്കി. ഏ, ഞാനോ തിരുമേനി? അതിന് ഞാനെന്ത്? അപ്പു ചോദിച്ചു. അത് ആത്മാവിൻ്റെ തീരുമാനത്തിനെതിരെ നിൽക്കാൻ സാധ്യതയുള്ളത് അപർണമോളായതുകൊണ്ട്, തിരുമേനി പറഞ്ഞു. ഇല്ല തിരുമേനി, അത് എന്താണ് ആഗ്രഹം? അതിന് ഞാനെന്തിനാ എതിര് നിൽക്കുന്നത്? എൻ്റെ ജീവനല്ലേ എനിക്ക് വലുത്. എന്നാ കേട്ടോളൂ. ഈ ഇരിക്കുന്ന വായുത്തമ്പുരാട്ടിയും മനുമകനും വേളി കഴിക്കണം. അപ്പൂൻ്റെ അമ്മയുടെയും മുഖം വിളറിയിരുണ്ടു. ഏ, തിരുമേനി, നിങ്ങൾ എന്തായി പറയുന്നത്? അമ്മ നെട്ടിക്കൊണ്ട് ചോദിച്ചു. അതേ തിരുമേനി, നിങ്ങൾ എന്തായി പറയുന്നത്? അപ്പവും ചോദിച്ചു. ഇത് ഒരിക്കലും നടക്കില്ല, അല്ലാതെ വേറെ വഴിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ആത്മാവിൻ്റെ ആഗ്രഹം അത് വളരെ ശക്തമായ ആത്മാവാണ്. തടയാൻ നോക്കിയാൽ എൻ്റെ ജീവനും അതെടുക്കും. ഇവരുടെ വേളി കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഈ വിജിത്തിൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് കയറും. അന്ന് അവർ തമ്മിൽ എല്ലാം നടക്കണം. പ്രശ്നത്തിൽ തെളിയുന്നത് വിജിത്തിൻ്റെ ഭാര്യയായ അപർണയും അവരുടെ മണിയറയിൽ സാക്ഷിയായിരിക്കണം.
അവരോടൊപ്പം പങ്കുചേരണം എന്നാണ്. ഏ എന്ത് ഭ്രാന്താണിത്? അച്ഛൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമോ? ഇതൊക്കെ ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? അവൾ പറഞ്ഞു. നോക്കി നിൽക്കുന്നത് മാത്രമല്ല, കുട്ടി അവരോടൊപ്പം അതിൽ ചേരണം, ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യണം. അതിന് തെളിവുണ്ടാകണം. ഇത് കേട്ടതും എനിക്ക് അതിലില്ലാത്ത സന്തോഷമാണ് തോന്നിയത്. എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറം തിരുമേനി എൻ്റെ കൂടെ നിൽക്കുന്നു. എൻ്റെ ആഗ്രഹം സഹായിച്ചു തന്നാൽ തിരുമേനിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് വാഗ്ദാനം ചെയ്തത് ഞാൻ നൽകുമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചു. ഞാൻ അമ്മയെ നോക്കിയപ്പോൾ അവരാകെ വിഷമത്തിലായിരുന്നു. അമ്മയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് പാവാണ് തോന്നിയത്. പക്ഷേ എൻ്റെ ലക്ഷ്യമോർത്തപ്പോൾ ഞാനത് വീണ്ടും ഉള്ളിലൊതുക്കി. തിരുമേനി, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്ലീസ്, ഞങ്ങൾ ഈ നാട് വിട്ടു പോയാൽ ഈ ദോഷം മാറില്ലേ? അപ്പു ചോദിച്ചു. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അപർണയുടെ ജീവന് ആത്മാവ് നാശം വരുത്തും. അത് കേട്ടപ്പോൾ തന്നെ അപർണ ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഇല്ല തിരുമേനി, എനിക്ക് സമ്മതമല്ല. എൻ്റെ മോളുടെ ജീവിതം ഞാനായിട്ട് കളയില്ല. വേറെ ഏതെങ്കിലും അഭിപ്രായം കണ്ടെത്തൂ, അമ്മ പറഞ്ഞു. അമ്മേ, ഇദ്ദേഹം പറഞ്ഞതൊന്നും കേട്ടില്ലേ? എൻ്റെ മരണം കാണാനാണോ അമ്മയുടെ ഉദ്ദേശം? അപ്പു ചോദിച്ചു. മോളെ, അത് നിങ്ങളിനി ഒന്നും പറയണ്ട, അപ്പു പറഞ്ഞു. ശരിക്കും ഞാൻ സ്വപ്നത്തിലാണെന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ചു പോയി. ജീവനോടുള്ള ഭയം കൊണ്ടാണെങ്കിലും അവളിപ്പോൾ ഇതിന് സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. തിരുമേനി, ഞങ്ങളിനി എന്ത് ചെയ്യണം, അത് പറ, അപ്പു ചോദിച്ചു. എത്രയും പെട്ടെന്ന് അടുത്ത ഒരു മുഹൂർത്തം നോക്കി വീട്ടിൽ വെച്ച് തന്നെ ഇവർ വേലി കഴിക്കട്ടെ. ശേഷം മറ്റു കാര്യങ്ങളും. പിന്നെ അപർണയും ഇവരുടെ ഇടയിൽ ഉണ്ടാകണം. ഇവർക്ക് വേണ്ടുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തു കൊടുക്കണം. ഒരു തോഴിയെ പോലെ വായ്ത്തമ്പുരാട്ടിയെ ശുശ്രൂഷിക്കുക. എല്ലാം വളരെ മനോഹരമായി നടത്തിത്തീരുന്നവരെ അപർണ സാക്ഷിയാകണം. ശേഷം ആത്മാവ് നിങ്ങളെ വിട്ടു പോകും. ഇത് കേട്ടതും നാണക്കേട് കൊണ്ട് അമ്മുവും അപ്പുവും തല താഴ്ത്തി. പിന്നെ അവർക്ക് എന്നെ മുഖമുയർത്തി നോക്കാൻ കഴിഞ്ഞില്ല. ശേഷം തിരുമേനിക്കുള്ള ദക്ഷിണ നൽകിയിട്ട് അമ്മയെ പിടിച്ചുകൊണ്ട് അപ്പു മുറ്റത്തേക്കിറങ്ങി. ഞാൻ തിരുമേനിയെ സന്തോഷം കൊണ്ട് ആലിംഗനം ചെയ്തു. തിരുമേനി, വളരെയധികം നന്ദിയുണ്ട്. നന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞ കാര്യം പറഞ്ഞതിലും നേരത്തെ ഞാനത് സാധിച്ചു തരും. ഇനി അതെൻ്റെ ആവശ്യമാണ്. ശേഷം ഞങ്ങൾ ഇരുവരും സന്തോഷത്തോടെ തന്നെ പിരിഞ്ഞു. വീട്ടിലേക്ക് വരുമ്പോഴും ഞങ്ങൾ മൂവരും പരസ്പരം ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. ഒന്നും മിണ്ടാതെ മൗനമായി നോക്കിയിരുന്നതല്ലാതെ. വീട്ടിലേക്ക് വന്നതും അപ്പു പറഞ്ഞു. വിജി, നീ പോയിട്ട് അമ്മയ്ക്കുള്ള സാരിയും പിന്നെ സ്വർണ്ണക്കടയിൽ നിന്നും ഒരു താലിയും വാങ്ങിക്കൂ. ശരിക്കും ഇത് കേട്ടപ്പോൾ കരണ്ട് അടിച്ച പോലെ ഞാനൊന്ന് ഉണർന്നു. കൂടെ അവനും. എൻ്റെ ഭാര്യ തന്നെയാണോ ഈ പറയുന്നത്? എന്നെ അടിമയെ പോലെ കണ്ട അവളിപ്പോൾ എന്നെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് സമ്മതത്തോടെ പറഞ്ഞു വിടുന്നു. അമ്മ അപ്പു പറഞ്ഞതും കേട്ട് തല താഴ്ത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം തന്നെ ടൗണിലേക്ക് പോയി. ആദ്യം കയറിയത് തുണിക്കടയിലേക്കായിരുന്നു. അമ്മയ്ക്ക് പറ്റിയൊരു സാരി തിരഞ്ഞെടുക്കണം. ആദ്യം കണ്ട സെയിൽസ് ഗേൾസിനടുത്തേക്ക് ഞാൻ നടന്നു ചെന്നു. അവളെ കണ്ടാൽ ശരിക്കും അമ്മയെപ്പോലെ തന്നെയാണ്. സാർ, എന്തു വേണം? അവൾ ചോദിച്ചു. അതെ, കല്യാണത്തിന് വേണ്ടിയാണ്. നല്ല പട്ടു സാരി വേണം. ആള് തമ്പുരാട്ടിയെ പോലെയാണ്. അപ്പോൾ റോസ് കളർ സാരിയാണ് സാർ നല്ലത്. ആണോ? എങ്കിൽ അതെടുത്തോ. മറ്റുള്ളതെല്ലാം എടുക്കുന്നുണ്ടോ സാർ? അവൾ ചോദിച്ചു. ആ, ഉണ്ട്. ആ, അളവ് എത്രയാ സാർ? അത് പറഞ്ഞാൽ നിനക്ക് വിഷമം തോന്നരുത്. ഇല്ല സാർ, പറഞ്ഞോളൂ. ശരിക്കും ചേച്ചിയുടെ അത്രയും തന്നെ ഉണ്ട്. അത് പറഞ്ഞതും സെയിൽസ് ഗേൾസിൻ്റെ മുഖമൊന്ന് കാണണം. കവിള് ചുവന്നു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചോണ്ട്. അപ്പോൾ ഈ അളവ് മതിയാകുമല്ലേ? അമ്പോ, അത്രയ്ക്കൊക്കെ ഉണ്ടോ? കണ്ടാ പറയില്ല കേട്ടോ. അപ്പോൾ എടുക്കട്ടെ സാർ. ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ട്. എടുത്തോളൂ. ശേഷം അമ്മയ്ക്കുള്ള കല്യാണ സാരിയും എടുത്തുകൊണ്ട് അവളെ നോക്കി ചിരിച്ചിട്ട് ഞാൻ യാത്ര പറഞ്ഞു. അമ്മയ്ക്കുള്ള താലി വാങ്ങാനായി അടുത്തതായി ഞാൻ സ്വർണ്ണക്കടയിൽ കയറി. എന്നിട്ട് നല്ലൊരു ആലത്താലി തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ശേഷം അവിടം തന്നെ അതിനുള്ള ഒരു മഞ്ഞ ചരട് കൂടി ഞാൻ വാങ്ങി.
പിന്നെ അധികം ക്ഷമയില്ലാതെ തന്നെ ഞാൻ വീട്ടിലേക്ക് പാഞ്ഞു. വീട്ടിൽ ചെന്നതും അപ്പു ആ നേരം കൊണ്ട് തന്നെ ഹോളും മുറിയുമെല്ലാം അലങ്കരിച്ചിരുന്നു. ഞാൻ ഇരുവരെയും അവിടെയെല്ലാം നോക്കി. അവസാനം സംസാരം കേട്ട് നോക്കിയപ്പോൾ അപ്പു അമ്മയെ ഒരുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് അമ്മയെ കാണാൻ. ഇപ്പോൾ അമ്മയുടെ മുഖത്ത് ഒരു പ്രസരിപ്പ് വന്നിരിക്കുന്നു. പഴയ ഒരു വിഷാദഭാവമൊക്കെ പോയിരിക്കുന്നു. എന്നെ കണ്ടതും അമ്മ നാണം കൊണ്ട് മുഖം താഴ്ത്തി. അപ്പുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവം എനിക്ക് തോന്നിയില്ല. ശേഷം അപ്പു അമ്മയുടെ മുടിയിൽ കൂടി പുകയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയെ മുറിയിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നും കവറ് വാങ്ങി എന്നെ പുറത്താക്കി കതകടച്ചു. വെളിയിൽ നിൽക്കുമ്പോഴും എൻ്റെ ആകാംക്ഷയും ത്രില്ലും കൂടി കൂടി വന്നു. എത്രയും പെട്ടെന്ന് എല്ലാം അരങ്ങേറുന്ന സ്വപ്നം കണ്ട് ഞാൻ കാത്തിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കതക് തുറന്നു. നോക്കിയപ്പോൾ ഞാൻ അന്താളിച്ചു പോയി. അപ്പു അമ്മയെ നന്നായി തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. ഒരു കല്യാണ പെണ്ണെ പോലെ തന്നെ. ഞാൻ വാങ്ങിയ റോസ് സാരിയും എല്ലാം ഇട്ട് എൻ്റെ മുന്നിൽ അമ്മ അതിസുന്ദരിയായി നിൽക്കുന്നു. അമ്മയുടെ മുടിയിൽ മുല്ലപ്പൂവും കാണുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ മുഖം വല്ലാതെ തിളങ്ങുന്നു. പെട്ടെന്ന് തന്നെ അപ്പു മൊബൈലെടുത്ത് നാദസ്വരം സെലക്ട് ചെയ്ത് ഒച്ചത്തിൽ വെച്ചു. എന്നിട്ട് എന്നോട് റെഡിയായി വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ മുറിയിലേക്ക് കയറി. അലമാര തുറന്ന് ഞാൻ അപ്പുവിനെ കല്യാണം കഴിച്ച അതേ ഷർട്ടും മുണ്ടും ഉടുത്ത് തിരിച്ച് റൂമിലേക്ക് വന്നു. എന്നെ ഈ വേഷത്തിൽ കണ്ടതും അപ്പു ഒരു നിമിഷം വിഷമിച്ചു നിന്നു. ശേഷം മൊബൈലിലെ നാദസ്വരത്തിൻ്റെ കൊട്ട് മുറുകിയപ്പോൾ തന്നെ അപ്പു വേഗം എന്നോട് താലി കെട്ടാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവൾ അമ്മയുടെ മുഴികൾ പുറകിലേക്ക് നന്നായി ഒതുക്കി തന്നു. ഞാൻ അമ്മയുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. അമ്മയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകി. കെട്ടുകഴിഞ്ഞതും അപ്പു ഞങ്ങളുടെ കൈ പിടിച്ച് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു, അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ആഗ്രഹം പോലെ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കസേരയിലേക്കിരുന്നു. അവൾ അടുക്കളയിലേക്ക് പോയിട്ട് ഒരു ഗ്ലാസ് പാലും ഒരു പഴവുമായി വന്നു. എന്നിട്ട് പഴം പകുതി കഴിച്ചിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ കേട്ടു. ശേഷം ആ പാൽ ഗ്ലാസ് വാങ്ങി പാലിൻ്റെ പകുതി ഞാൻ കുടിച്ചു. എന്നിട്ട് ബാക്കി അമ്മയ്ക്കും കൊടുത്തു. അമ്മ അത് മുഴുവനായും കുടിച്ചു. എന്നാ നിങ്ങൾ മുറിയിലേക്ക് കയറിക്കോളൂ, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ, അപ്പു പറഞ്ഞു. പെട്ടെന്ന് ഞാൻ സന്ദർഭം ഉപയോഗിച്ചു. കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ്റെ ആത്മാവ് എന്നിലേക്ക് കയറുമെന്നല്ലേ തിരുമേനി അവരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അഭിനയിച്ചു. അപ്പു മോളെ, നിങ്ങളെല്ലാവരും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. നിൻ്റെ ഭർത്താവിനെ നീ എൻ്റെ ഭാര്യയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ മുതൽ നിൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഞാനുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഭാര്യയെ ഇന്ന് കാണാൻ പോകുന്നു. പക്ഷേ ഞങ്ങളിൽ നീയും സാക്ഷിയാകണം. അച്ഛൻ്റെ രീതിയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടതും അപ്പുവും അമ്മയും ഒന്ന് ഞെട്ടി. അച്ഛൻ മുന്നിൽ നിൽക്കുന്ന പോലെയുള്ള ഭീതി അവരുടെ മുഖത്ത് ഞാൻ കണ്ടു. അപ്പു തിരുമേനി പറഞ്ഞത് ഓർമ്മ വന്നതുപോലെ. എന്നിട്ട് ഞങ്ങളെയും കൂട്ടി മുറിയിലേക്ക് കയറി. എന്നിൽ അച്ഛൻ കയറിയെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായി. അമ്മ നാണിച്ചു തന്നെ നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവ് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അതും തൻ്റെ മരുമകൻ്റെ രൂപത്തിൽ എന്നവർക്ക് വിശ്വസിക്കാനാവുന്നില്ല. അവരെ ഈ കോലത്തിൽ കണ്ടതും എനിക്കും എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അപ്പു ഞങ്ങളെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഇത് കണ്ടതും അപ്പു മുഖം തിരിക്കാൻ തോന്നി. ഞാൻ ദേഷ്യം ഭാവിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ നിനക്ക് മരിക്കാനാണ് ആഗ്രഹം? അയ്യോ വേണ്ടച്ചാ, ഞാൻ നോക്കിക്കോളാം. അമ്മേ, അച്ഛനോട് തിരിച്ച് സഹകരിക്കുക, അപ്പു ചിരി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അവൾ ഇടം കണ്ണുകൊണ്ട് നോക്കി പറഞ്ഞു. പിന്നീട് ഞങ്ങൾ കലാപരിപാടി തുടങ്ങിയതും ഞാൻ അപ്പുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ നാണക്കേട് കൊണ്ട് എന്നെ നോക്കി നിൽക്കുന്നു. അത് കണ്ടതും ഞാൻ മനസ്സിൽ പറഞ്ഞു, കണ്ടില്ലേടി മോളെ, എന്നെ അവഗണിച്ച് നിന്നെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരുക്കിയില്ലേ. ഇനി നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഞങ്ങൾ കാര്യപരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയിവിടെ എന്താ നടക്കുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്,
അതിൽ കയറി എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.